ശ്രീകാന്ത് ചേരുകയാണ് ബ്രിഗേഡ് ഗ്രൗണ്ടിൽ നിന്ന്. കൊൽക്കത്തയിൽ ആ സുവർണ നിമിഷത്തിന് സാക്ഷിയാകാൻ എത്തിയിരിക്കുന്ന ജനസഞ്ചയത്തിന് നടുവിലുണ്ട് ജനം ടിവിയുടെ ഡൽഹി ബ്യൂറോ ചീഫ് എസ് ശ്രീകാന്ത്. ശ്രീകാന്ത്, നമുക്ക് ഇപ്പോൾ ഈ പ്രദേശത്ത് നിന്നും ഈ ബ്രിഗേഡ് മൈതാനത്തിന് തൊട്ടുമുന്നിൽ നിന്നും നൽകാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത ഇതാ സത്യപ്രതിജ്ഞയ്ക്ക് ഇനി ഏതാനും നിമിഷങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഏതാണ്ട് 10 ലക്ഷം പേർ സത്യപ്രതിജ്ഞ ചടങ്ങുകൾക്കായി എത്തിച്ചേരും എന്നുള്ളതാണ് BJP കണക്ക് കൂട്ടിയിരുന്നത്. പക്ഷേ അതും കവച്ചു വയ്ക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ആ മൈതാനം ഏതാണ്ട് നിറഞ്ഞ് കവിഞ്ഞിട്ട് 9 മണിക്ക് ആ മൈതാനം നിറഞ്ഞു കവിഞ്ഞതാണ്. ഇപ്പോൾ നമുക്ക് അതിന് പുറത്ത് പല വഴികളിലൂടെ ഈ നിമിഷവും ആളുകൾ ഒഴുകിയ മൈതാനത്തിൽ എങ്ങനെയെങ്കിലും ഒന്ന് കയറിപ്പറ്റാൻ, സുവേന്ദു അധികാരിയുടെ സത്യപ്രതിജ്ഞ കാണാൻ, ആ ചരിത്ര നിമിഷം ഒന്ന് കാണാൻ എത്രയോ ആളുകൾ ഇപ്പോഴും ഈ വഴിയിലൂടെ ഇങ്ങനെ ഒഴുകുന്നത് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ കൃഷ്ണകുമാർ നൽകുന്നു. भारत माता की जय जय श्री राम. हम लोग उस लोग हैं सच्चाई के लिए हम लोग. അപ്പോൾ ഈ പ്രവർത്തകരുടെ വികാരം ഒരുപക്ഷെ ദസ്പൂർ ഘട്ടാൽ BJP സദസ്യ ഈ പ്രവർത്തകരുടെ വികാരം നമ്മൾ ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാക്കണം. അതായത് അല്പസമയം മുമ്പ് നമ്മൾ ഇവിടുത്തെ മാധ്യമ പ്രവർത്തകരോട് পাল্টানো দরকার, চাই বিজেপি সরকার। এবার পাল্টানো হয়ে গেছে, বিজেপি এসে গেছে। നമ്മൾ ഈ പ്രവർത്തകർ ഈ വളരെ വൈകാരികമായ പ്രതികരണത്തോടെ ജയ് ശ്രീറാം വിളികളുമായി പ്രവർത്തകരിങ്ങനെ ആ മൈതാനം കേന്ദ്രീകരിച്ച് പോകുന്ന ദൃശ്യങ്ങൾ നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കും. നമ്മൾ ചില മാധ്യമ പ്രവർത്തകരോട് ഇവിടെ സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞൊരു കാര്യമുണ്ട്. ഏതാണ്ട് 50 വർഷങ്ങൾക്ക് ശേഷം ഇവിടെ സ്വാതന്ത്ര്യം കിട്ടിയ അവസ്ഥയാണ്. ഇവിടെ മുതിർന്ന മാധ്യമ പ്രവർത്തകരെ കണ്ടപ്പോൾ അവർ പറഞ്ഞത് ഇതിനു മുൻപെങ്ങും ഇത്രയധികം തിരക്ക് ഏതെങ്കിലും ഒരു സത്യപ്രതിജ്ഞയ്ക്ക് തങ്ങൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ്. അത്രയധികം തിരക്ക് ഉണ്ടാകുന്നു എന്നുള്ള കാര്യം അവർ പറയുന്നു. അതായത് 50 വർഷം, 34 വർഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ, 15 വർഷം മമതാ ബാനർജി, ആ ഭരണത്തിനൊടുവിലാണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് പോലെ ഈ മഹാസഞ്ചയം ഒഴുകി ഒഴുകി എത്തുന്നത്. जैसा बात यहाँ जो हम लोग आए हैं, भारतीय जनता पार्टी का सरकार हुआ, डबल इंजन सरकार हुआ, ये हम लोगों को खुशी का बात है, खुशी का बात है. और हम लोग सब आए, हिंदू मुस्लिम एक साथ लड़े हैं, सत्ता पे ले आए. इसीलिए हम खुश है जो हम सत्ता पे आए हैं. और हमारा शुभेंदु अधिकारी मुख्यमंत्री बना. ये मुख्यमंत्री शुभेंदु अधिकारी का हम चाह रहे थे. लीडर एक किधर से आया? हम ये दमदम से उत्तर दमदम से आए हैं. हम बहुत खुशी में है. हम हिंदू मुस्लिम एक साथ लड़े हैं, लड़के छीन के लाए. ये आतंकवादी का सरकार जो चल रहा था 2011 से जो आतंकवादी का सरकार चल रहा था, उस आतंकवादी को आज विनाश हुआ. बंगाल का जनता आतंकवादी सरकार को विनाश किया और भारतीय जनता पार्टी को सरकार का लाया, विश्वास किया नरेंद्र मोदी जी का ऊपर विश्वास किया, डबल इंजन सरकार के ऊपर विश्वास किया. और इस सरकार आया, सुशासन का सरकार होगा, नारी सुरक्षा होगा. और नारी लोगों को जो सुरक्षा नहीं था या नारी लोग ठीक से चल नहीं था, ममता बनर्जी खुद बोल रहा था जो 8 बजे के बाद यहाँ नहीं आना, लड़कियों को बोल रहा था. तो उसी जगह पे खड़े होकर नरेंद्र मोदी जी जो वार्ता दिया है, सुशासन और नारी सुरक्षा वो होगा, डबल इंजन सरकार में उन्नयन होगा. और भारतीय जनता पार्टी के सरकार में मुख्यमंत्री शुभेंदु अधिकारी हुआ, ये हम खुश हैं. അപ്പോൾ ഈ ദൃശ്യങ്ങളിൽ ജാതി മത ഭേദമന്യേ നരേന്ദ്രമോദിക്ക്, ഭാരതീയ ജനതാ പാർട്ടിക്ക്